ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പന്നിയിറച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഷെയർ ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത്, പന്നിയിറച്ചി എന്ന് പറയുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് ഒരു കുക്കറിലെല്ലാം ഞാൻ വെച്ചു. അതിലേക്ക് കുറച്ച് ഉപ്പ് അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് ഗ്യാസിലേക്ക് കയറ്റി വെച്ചു. 5-6 വിസിൽ അടിക്കുന്നത് വരെ നമുക്ക് അടുപ്പിൽ തന്നെ വെക്കാം. ശേഷം ഒരു ചീനച്ചട്ടി വെക്കുക. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി അതുപോലെ 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇത് വറുത്ത് മാറ്റിയതിന് ശേഷം മറ്റൊരു ചീനച്ചട്ടി നമ്മൾ അടുപ്പിലേക്ക് കയറ്റി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. സവോള, പച്ചമുളക് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒപ്പം കുടംപുളി ഉണ്ടെങ്കിൽ ഒരു കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ പുളി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ തക്കാളി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ അറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ അതിലേക്ക് ചേർക്കാം. എന്നിട്ട് കുറച്ച് പുളി ചേർക്കുന്നത് നന്നായിരിക്കും. പിന്നെ നന്നായി വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പന്നിയിറച്ചി നമുക്ക് ആ മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വരട്ടിയെടുത്താൽ സൂപ്പർ പന്നിയിറച്ചി റെഡി. ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് വെച്ച് വരട്ടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി, കൂടാതെ അതിൻ്റെ കൂടെ നമുക്ക് പെരിഞ്ജീരകം കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല സൂപ്പറായിരിക്കും. കുറച്ച് പെരിഞ്ജീരകം ചേർക്കുന്നത് നന്നായിരിക്കും. അവിടെ കാറാമ്പൂവും കൂടെ കുത്തി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ആ പേസ്റ്റ് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ വരട്ടിയെടുത്താൽ നല്ല പന്നിയിറച്ചി നല്ല സൂപ്പറായിട്ട് കിട്ടും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പന്നിയിറച്ചി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല സൂപ്പറായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് ലാസ്റ്റ് ഈ പരുവമായിരിക്കും. എന്തായാലും സൂപ്പറാണ്, കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ.